പ്രിയരെ നമസ്കാരം. ഇന്നത്തെ കാഴ്ചയിൽ ഓരമ്മന ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടത്താറുള്ള കാർത്തികോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് കർക്കിടക മാസ കാർത്തികയിൽ കർക്കിടക ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നതിന് വേണ്ട പച്ചമരുന്നുകളെ പറ്റിയുള്ള വിവരങ്ങൾ എല്ലാവർക്കുമായി പങ്കുവെക്കാം. പലവിധ രോഗങ്ങളെയും വ്യാധികളെയും ശമിപ്പിക്കത്തക്കവണ്ണം ശക്തിയും വീര്യവുമുള്ള പച്ചമരുന്നുകളാണ് കർക്കിടക കഞ്ഞിയിൽ ഇടിച്ചു പിഴിഞ്ഞ് ചേർക്കുന്നത്. നമ്മൾ കാണുന്ന പച്ചിലകൾ മിക്കതും മരുന്ന് തന്നെയാണ്. അവ നമുക്ക് ചുറ്റും ഉണ്ടാവുകയും ചെയ്യും. അത് തിരിച്ചറിയുക എന്നത് പുതുതലമുറയിൽപ്പെട്ട ആർക്കും പരിചയമില്ലെന്ന് തന്നെ പറയാം. അവ മുതിർന്നവരോട് ചോദിച്ചും അവർക്കൊപ്പം നിന്നും വേണം നമ്മൾ പഠിച്ചെടുക്കാൻ. പച്ചമരുന്നുകളായ പച്ചിലകൾ നമ്മുടെ വഴിയിറമ്പിലും റോഡ് വക്കിലും പാടവരമ്പത്തും മുറ്റത്തിന് ചുറ്റുവും പറമ്പിലും തൊടിയിലുമൊക്കെ ഉണ്ടാകും. അവയെ തിരിച്ചറിയുക എന്നത് ശ്രമകരമായ കാര്യമാണ്. ഇത്തരം അറിവുകൾ നമുക്ക് തലമുറ കൈമാറി കിട്ടുന്നതാണ്. ഇന്ന് കർക്കിടക കഞ്ഞിക്കിറ്റുകൾ പൊടികളായി മറ്റും പാക്കറ്റിൽ മാർക്കറ്റിൽ നിന്നും ലഭ്യമാണെങ്കിലും നമ്മൾ പറിച്ചെടുക്കുന്നത് തന്നെയാണ് ഔഷധ ഗുണം കൂടുതൽ. ഊരമ്മന തട്ടുംപുറത്ത് വത്സ മോഹനൻ അവർ അവരുടെ മുറ്റത്തിന് ചുറ്റും പറമ്പിലും ധാരാളം ഔഷധസസ്യങ്ങൾ പരിപാലിച്ചു പോരുന്നുണ്ട്. ഔഷധ കഞ്ഞി ചേർക്കുന്ന മരുന്നുകളെ പറ്റി വത്സ ചേച്ചി പറയും. കർക്കിടക കഞ്ഞിക്കുള്ള ഔഷധത്തിനുള്ള കഞ്ഞിക്കുള്ള മരുന്നുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ചെറുള, മുക്കുറ്റി, പൂവാങ്കുരുനില, കയ്യോങ്ങി, നിലപ്പന, കുമ്പ, കല്ലുരുക്കി, പേരയില, കഴുതാമയില, തുളസിയില, പനിക്കൂർക്കയില, നിലനാരകം, ആനയടിയൻ, മുയൽച്ചെവിയൻ, മുക്കാപ്പീരൻ, ചെറുകടലാടി, വൻകടലാടി, കുറുന്തോട്ടി, കീഴാർനെല്ലി, മറ്റേ മൈലാഞ്ചി മരുന്ന് എല്ലാം കൂടെ കഴുകി ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് അതിൽ അരിയും മറ്റുള്ള അരി കഞ്ഞിയായിട്ട് വെച്ചാണ് ഔഷധ കഞ്ഞി എല്ലാവരും കഴിക്കുന്നത്. ഏറ്റവും വിവേകത്തോടെ ചെയ്യേണ്ട കാര്യമാണ് മരുന്നിലകൾ പറിച്ചെടുക്കുക എന്നത്. പിന്നീട് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നീക്കം ചെയ്ത് വൃത്തിയായി കഴുകിയെടുക്കുന്നതോടെ ഔഷധ കഞ്ഞിക്ക് വേണ്ട മരുന്നൊരുക്കലിൻ്റെ കാര്യം തീരും. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത കാഴ്ചയിൽ പങ്കുവയ്ക്കാം കേട്ടോ.